സോ വെൽക്കം ടു ഓൾ. നമുക്ക് സൈബർ സെക്യൂരിറ്റി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു ലാബ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സൈബർ സെക്യൂരിറ്റി ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ടൂൾസ് ആൻഡ് യൂട്ടിലിറ്റീസ് നമ്മുടെ മെഷീന്, നമ്മൾ ഏത് മെഷീനാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ വിൻഡോസ് ആയിരിക്കാം ചിലർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, ചിലർ ലിനക്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഏത് മെഷീൻ ആയാലും നമുക്ക് അതിനകത്ത് കാലി ലിനക്സ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ വിൻഡോസ് മെഷീൻസിനകത്ത് കാലി ലിനക്സിനെ കുറിച്ചിട്ട് അറിയാത്ത കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ അവർക്ക് ലിനക്സ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് മെയിൻലി കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്ന അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് മെഷീൻസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡയറക്റ്റായിട്ട് മാറ്റാതെ തന്നെ നമുക്ക് വിൻഡോസിനകത്ത് കാലി ലിനക്സ് എങ്ങനെ ഇൻസ്റ്റാളേഷൻ ചെയ്യാമെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ലിനക്സ് മെഷീൻസിനെ കുറിച്ചിട്ടും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായി നമ്മൾ വിൻഡോസ് മെഷീനകത്ത് എങ്ങനെയാണ് കാലി ലിനക്സ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളുടെ മെഷീൻ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ വിൻഡോസ് കമ്പ്യൂട്ടർ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആ കമ്പ്യൂട്ടറാണ് നമ്മളുടെ ഹോസ്റ്റ് മെഷീൻ. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ കാലി ലിനക്സ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കാലി ലിനക്സ് ഈസ് എ ഗസ്റ്റ് മെഷീൻ. അത് ആ ഒരു വേർഡ് നമ്മൾ മൈൻഡിലോട്ട് വയ്ക്കുക. അപ്പം നമ്മളുടെ ഹോസ്റ്റ് മെഷീനകത്ത്, ദാറ്റ് മീൻസ് വിൻഡോസ് മെഷീനകത്തോട്ട് നമ്മൾ ഈ ഗസ്റ്റ് മെഷീനെ ഇൻസ്റ്റാളേഷൻ ചെയ്യാനുള്ള പ്രീ സെറ്റപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനെ നമ്മൾ വെർച്വൽ മെഷീൻസ് എന്നാണ് പറയുക. നമ്മളുടെ കാലി ലിനക്സിനെ ഈസ് ഓൾറെഡി നോൺ ആസ് വെർച്വൽ മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെർച്വൽ ആയിട്ടായിരിക്കും ആ ഒരു മെഷീൻ വർക്ക് ചെയ്യുക. ഡയറക്റ്റ് ഹാർഡ്വെയർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് പകരം വെർച്വൽ സോഫ്റ്റ്വെയർ ആയിരിക്കും, ഒരു വെർച്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും അതിനകത്ത് കാലി ഇൻസ്റ്റാളേഷൻ ചെയ്യുക. സോ അതിനുവേണ്ടി നമ്മൾ ഈ വെർച്വൽ ക്രിയേഷന് വേണ്ടിയിട്ട് വെർച്വൽ ബോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ VMware എന്ന് പറയുന്ന വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെർച്വൽ ബോക്സ് എന്ന് പറഞ്ഞ വെർച്വലൈസേഷൻ ബോക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിനുള്ള സെറ്റപ്പ് നമ്മൾ എന്താണ് നമ്മൾ നോക്കുക. അതിനകത്തൊക്കെ എന്തൊക്കെ ടൂൾസ് ആണ് വരുന്നതിനെ കുറിച്ചിട്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായി നമ്മളുടെ മെഷീനകത്ത് നമുക്ക് ഇൻസ്റ്റാളേഷൻ വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ, ദാറ്റ് മീൻസ് വെർച്വൽ ബോക്സ് ഓർ VMware നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. സോ നമുക്ക് രണ്ട് സെറ്റപ്പ് ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ വെർച്വൽ ബോക്സ് ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ തന്നെ വെർച്വൽ ബോക്സിൻ്റെ സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ ഇൻസ്റ്റാളർ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. VMware ആണെങ്കിൽ VMwareൻ്റെ വർക്ക് സ്റ്റേഷൻ പ്ലെയർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് നമ്മൾ VMwareൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതാണ് ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒറാക്കിൾ കമ്പനിയുടെയാണ് വെർച്വൽ ബോക്സ്. അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോംസ് സെലക്ട് ചെയ്യാൻ സാധിക്കും. വിച്ച് മീൻസ് നമുക്ക് വിൻഡോസ് ഹോസ്റ്റ് മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദെൻ വിൻഡോസിൻ്റെ ഇൻസ്റ്റാളർ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം, അതിനുശേഷം അത് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ നോർമൽ ഒരു വിൻഡോസ് മെഷീനകത്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും ഇൻസ്റ്റാളേഷൻ നടത്തുക. അപ്പോൾ നമ്മളതിൻ്റെ സെറ്റപ്പ് യെസ് നെക്സ്റ്റ് അടിച്ച് നമ്മളത് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒറാക്കിളിൻ്റെ വെർച്വൽ ബോക്സ് എന്ന് പറയുന്ന ഇതേപോലെ ഒരു ഐക്കൺ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതർവൈസ് നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിൻഡോസ് സ്റ്റാർട്ട് ബട്ടണിൽ പോയിട്ട് ഒറാക്കിൾ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറാക്കിൾ വെർച്വൽ ബോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ആയി വരും. ദെൻ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും. ഇതിനകത്ത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാളേഷൻ എൻ്റെ ഉബുണ്ടു ഇമേജും മെറ്റാസ്പ്ലോയിറ്റബിൾ ഇമേജുകളൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പാനലിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല.
നമുക്ക് ജസ്റ്റ് ഇതുപോലെ ടൂൾസ് എന്നോ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ ന്യൂ ആഡ് സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിനകത്ത് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ വെർച്വൽ ഇമേജിനെ നമുക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ OS ബോക്സ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിനകത്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെർച്വൽ ബോക്സ് ഇമേജസും അതുപോലെ തന്നെ VMware ഇമേജസും ഒക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് വന്ന് സെർച്ച് ചെയ്യുക. ജസ്റ്റ് കാലിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലി ലിനക്സിൻ്റെ ഇമേജസ് അവൈലബിൾ ആയിട്ടുള്ള പേജ് നിങ്ങൾക്ക് വരും. അപ്പോൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിനെവിടെയായിരിക്കും കാലി ലിനക്സ് ഇൻസ്റ്റാളേഷൻ, ക്ലിക്ക് ഹിയർ. യെസ്, ഇവിടെ യു ക്യാൻ ഡൗൺലോഡ് VDI ആൻഡ് VMDK ഇമേജസ് ഫോർ വെർച്വൽ ബോക്സ് ഫ്രം ഹിയർ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലി ലിനക്സ് 2025.2 വെർച്വൽ ബോക്സ്, അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക്, VMwareൻ്റെ അതിൻ്റെ ഡൗൺലോഡിംഗ് ലിങ്ക്, പിന്നെ സം ഇൻഫോർമേഷൻസ്, യൂസർ നെയിം, പാസ്വേഡ് എന്താണ്, അതിനകത്ത് ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് 2025.2 ആണ്. തൊട്ട് താഴെ 2024.4, 2024.3, 2023.4, 2022.3 അങ്ങനെ എല്ലാ വേർഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 2017 വരെയുള്ള വേർഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തത് 2021 ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് 2.29 ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ യൂസർ നെയിം, പാസ്വേഡ് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എല്ലാത്തിൻ്റെ നോർമൽ സെയിം തന്നെയായിരിക്കും. OS ബോക്സ് യൂസർ നെയിം ഈസ് OS ബോക്സ് ആൻഡ് പാസ്വേഡ് ഈസ് osbox.org എന്നായിരിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാം. ദെൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ 64bit.7z എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിരിക്കുക. നമ്മളത് 64 ഇതിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഡൗൺലോഡ് ചെയ്ത് കോപ്പി ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയർസിലോട്ട്. ദെൻ ഈ സോഫ്റ്റ്വെയർസിൽ വന്നു കഴിഞ്ഞാൽ 64bit.7z എന്ന് പറയുന്ന ഒരു കംപ്രസ്ഡ് ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡിങ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഫയല്. അതിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാക്ട് കൊടുക്കുക. അതിന് അല്ലെങ്കിൽ നമ്മൾ റീനെയിം ചെയ്യുക, കാലി ലിനക്സ്.7z എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്യുക. ദെൻ അതിന് എക്സ്ട്രാക്ട് കൊടുക്കുക. ദാറ്റ് മീൻസ് എക്സ്ട്രാക്ട് ടു കാലി. അപ്പോൾ എല്ലാം വിൻറാറിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ കാലി ലിനക്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡയറക്ടറിയുടെ അകത്ത് നമുക്കൊരു 64 എന്ന് പറഞ്ഞൊരു ഫോൾഡർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ VDI ഇമേജ്. നമ്മളിത് നമ്മളുടെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഡൗൺലോഡ്സ് നിന്ന് മാറ്റി നമ്മൾ ഇമേജസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു ലൊക്കേഷനിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യാം. ദെൻ ഈ ഒരു പാത്ത് മീൻസ് നമ്മളുടെ ഈ VDI ഇമേജ് ഇരിക്കുന്ന പാത്ത് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ഒറാക്കിൾ വെർച്വൽ ബോക്സ് മാനേജർ, ദാറ്റ് മീൻസ് നമ്മളുടെ ഇവിടെ ഞാൻ കുറേ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇതാണ് നമ്മളുടെ മാനേജർ. ഇതിനകത്ത് നമ്മളുടെ ഈ ഒരു ഡിസ്ക് ഇമേജിനെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയലിൽ പോവുക, ടൂൾസിൽ. ആക്ച്വലി നമ്മൾ ടൂൾസിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഫയൽസിൽ പോവുക. ഫസ്റ്റ് ടൈം ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഫയൽ, ദെൻ ടൂൾസിൽ വെർച്വൽ മീഡിയ മാനേജർ എന്ന് പറയുന്ന ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മീഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ VDI ഇമേജസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇമേജിനെ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലി ലിനക്സ് ഇവിടെ നിങ്ങൾക്ക് .VDI എന്ന് കാണാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഡ് കൊടുക്കുക. ആഡിനകത്ത് അപ്പം ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമേജ് ആഡ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മളുടെ ആഡ് ദെൻ നമ്മളുടെ ഓൾറെഡി നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ, വിച്ച് മീൻസ് സോഫ്റ്റ്വെയർസിനകത്ത് കാലി ലിനക്സിനകത്ത് 64 ബിറ്റ് ഇതാണ് നമ്മുടെ .VDI ഇമേജ് അല്ലേ.
ഈ വീഡിയോ ഇമേജ് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടും. ദാറ്റ് മീൻസ് വെർച്വൽ സൈസ് 500 GB വരെ നമുക്കത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആക്ച്വൽ സൈസ് 13.04. ആക്ച്വൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ഹാർഡ് ഡിസ്കിനകത്തോട്ട് നമ്മൾ ഈ ഒരു സൈസ് ഇപ്പോൾ ഇനീഷ്യലി യൂസ് ചെയ്യുന്നില്ല. പക്ഷെ മിനിമം സൈസ് നമുക്ക് 13.04 വേണം നമ്മളുടെ ഒരു വെർച്വൽ മെഷീൻ വർക്ക് ചെയ്യണം. അതാണ് അവിടെ പറയുന്നത്. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ വെൽക്കം പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ കാണാം. ഈ ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. ന്യൂവില് നമ്മളുടെ കാലി സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നെയിം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ദെൻ നമ്മൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് മാറ്റിയിട്ട് ലിനക്സ്, ഒറാക്കിൾ ലിനക്സ് അല്ല, നമ്മുടെ ഡെബിയൻ ബേസ്ഡ് മെഷീൻസ് ആണ്. സോ ഡെബിയൻ ബേസ് സെലക്ട് ചെയ്യാം. ദെൻ ഇതിനകത്ത് ഹാർഡ്വെയറിലോട്ട് വരാം. ഹാർഡ്വെയർ ഓപ്ഷനിൽ നമ്മൾ ബേസ് മെമ്മറി, നമ്മുടെ മെഷീന് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നമ്മുടെ ഗസ്റ്റിന് വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ള മെമ്മറി ഞാനൊരു 4 GB 4096 നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 12 GB റാം ഓൾറെഡി അവൈലബിൾ ആയ കാരണം കൊണ്ടാണ് ഈ ഒരു ഗ്രീൻ സേഫ് സോൺ ആണ് നമ്മുടെ റാം. കാരണം നമ്മളുടെ ഓൾറെഡി ഉള്ള ഫിസിക്കൽ 12 GB മെഷീൻ റാമിനകത്തു നിന്നാണ് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മളുടെ ഈ ഒരു പിങ്ക് കളറിൽ കാണുന്ന ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഹോസ്റ്റ് മെഷീൻ തന്നെ വളരെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മുടെ ഗസ്റ്റ് മെഷീനിലുള്ള കാലി ലിനക്സിനെയും ബാധിക്കും, ടോട്ടൽ മെഷീൻസിന്റെ എക്സിക്യൂഷൻ പെർഫോമൻസിനെ തന്നെ ബാധിക്കും. അപ്പോൾ അതില്ലാതെ നോക്കണം, നമ്മളൊരു സേഫ് സോണിൽ നിർത്താം. പ്രോസസ്സേഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഇതുപോലെ തന്നെ ഗ്രീൻ സോണിൽ എന്തോരം ഉണ്ടോ അതിന്റെ മാക്സിമം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 2, 3, 4 ഇട്ട് കൊടുക്കാം. i3, i7, i9 ഒക്കെ ഉള്ള ഒരു ലൊക്കേഷൻ വയ്ക്കുമ്പോൾ ഒരുപാട് കോറുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. CPU എന്ന് പറയുന്നത് എൻ്റെ i3 ആണ്. i3യുടെ അകത്തുള്ള CPU-ന്റെ കോറുകളാണ് പറയുന്നത്. അപ്പോൾ ചിലർക്ക് നല്ല കോൺഫിഗറേഷൻ മെഷീൻസ് ഉണ്ടെങ്കിൽ അതിൽ കോറുകൾ അവൈലബിൾ ആണെങ്കിൽ അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഹാർഡ് ഡിസ്കിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ക്രിയേറ്റ് എ വെർച്വൽ ഹാർഡ് ഡിസ്ക് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് സെക്കൻഡ് വൺ, യൂസ് ആൻ എക്സിസ്റ്റിംഗ് വെർച്വൽ ഹാർഡ് ഡിസ്ക് ഫയൽ ഉണ്ട്. ആൻഡ് തേർഡ് വൺ, ഡു നോട്ട് ആഡ് എ വെർച്വൽ ഹാർഡ് ഡിസ്ക്. അപ്പോൾ വെർച്വൽ ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ചിട്ടല്ല ഞാനിത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മളൊരു ലെഗസി മോഡലുള്ള ഒരു ഇൻസ്റ്റാളേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് മെഷീനിലേക്ക് എങ്ങനെയാണ് ആദ്യം തൊട്ട് ഇൻസ്റ്റാളേഷൻ നമുക്ക് ചെയ്തു വരാമെന്നുള്ളതിന്റെ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ, ISO ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിൽ then do not add a virtual hard disk option നമ്മൾ ഇട്ട് കൊടുക്കുക. അതർവൈസ് നമുക്ക് ഇപ്പോൾ നമ്മളുടെ കേസിലാണ് യൂസ് ആൻ എക്സിസ്റ്റിംഗ് വെർച്വൽ ഹാർഡ് ഡിസ്ക് ഫയലാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇതിനകത്ത് നമ്മളുടെ കയ്യിലുള്ള ഹാർഡ് ഡിസ്കുകൾ അല്ലെങ്കിൽ VDI ഇമേജസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ വെർച്വൽ മീഡിയ മാനേജറായിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കാലി ലിനക്സ് സെലക്ട് ചെയ്യും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഒരു കാലി എന്ന് പറയുന്നതിൻ്റെ ഒരു നെയിം നമുക്കിവിടെ കാണാം. ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ട് ഉണ്ട്. നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ള 4096 4 GB റാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് കാണാം, കാലി ലിനക്സ് VDI ഇമേജസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നെറ്റ്വർക്കിംഗ് സെക്ഷനാണ്. നെറ്റ്വർക്കിൽ നമ്മൾ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അഡാപ്റ്റർ 1, അഡാപ്റ്റർ 2, അഡാപ്റ്റർ 3 ആൻഡ് അഡാപ്റ്റർ 4 ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് എനേബിൾ അഡാപ്റ്റർ, ഈ എനേബിൾ നെറ്റ്വർക്ക് അഡാപ്റ്റർ ഇത് ടിക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അഡാപ്റ്റർ 2 ടിക്ക് ഇട്ടിട്ടുണ്ടായിരിക്കില്ല. ജസ്റ്റ് ഇത് ഓൾറെഡി നമ്മൾ മനസ്സിൽ വയ്ക്കുക. ഈ ഒരു പോർഷൻ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു പോർഷനാണ്. അപ്പോൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് അഡാപ്റ്റർ 1 എംപ്റ്റി ഡെസ്ക്ടോപ്പ് നാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിംഗ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റാർട്ട് കൊടുക്കാം. ഇത് ഓണായി വരാൻ കുറച്ച് ടൈം എടുക്കും, കാരണം ഇനീഷ്യൽ ലോഗിൻ ആണ്. പവർ ചെയ്ത് വരുന്ന ആ ഒരു ടൈം എടുക്കും. മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മുടെ മെഷീൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ബൂട്ടിങ് ചെയ്ത് വരാനുള്ള ടൈം ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാലി ലിനക്സ് ആൻഡ് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഫോർ കാലി ലിനക്സ്, നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, കാലി ലിനക്സ് എൻ്റർ എടുക്കുക. അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റത്തെ ബൂട്ട് ഓപ്ഷനിൽ ബൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യും.
ഇതിനകത്ത് നമ്മുടെ വെർച്വൽ ബോക്സ് സെറ്റപ്പ് വി എം വെയർ സെറ്റപ്പ് നമ്മൾ നോക്കിയിട്ടില്ല, വെർച്വൽ ബോക്സ് ആണ് നമ്മൾ നോക്കിയിട്ടില്ല. ഡൗൺലോഡ് കാലി ലിനക്സ് ഇമേജ്. ദെൻ തേർഡ് വൺ നമ്മളെ ഫയൽ ഫോർമാറ്റ് കോമ്പാക്ട് ഉള്ളിൽ നമ്മൾ .zip അല്ലെങ്കിൽ .set ഫോർമാറ്റ് ഉപയോഗിക്കുന്നു. കംപ്രസ്ഡ് ടൈപ്പ് അതിനെ എക്സ്ട്രാക്ഷൻ ചെയ്യുന്നു നമ്മൾ WinRAR അല്ലെങ്കിൽ 7zip എന്ന് പറയുന്ന ടൂൾസ് യൂസ് ചെയ്തിട്ട്. ദെൻ നമ്മൾ ആക്സസിൻ്റെ വെർച്വൽ ഡിസ്ക് ഫയൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു വെർച്വൽ മെഷീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ വെർച്വൽ ബോക്സ് സെറ്റപ്പിൻ്റെ നെയിം, ടൈപ്പ്, മെമ്മറി, ദെൻ അതിൻ്റെ ഹാർഡ് ഡിസ്കിൽ നമ്മൾ പ്രത്യേകം നമ്മൾ നോക്കണം. യൂസ് ആൻ എക്സിസ്റ്റിംഗ് വെർച്വൽ ഹാർഡ് ഡിസ്ക് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫോർ VDA. ദെൻ ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് വെർച്വൽ മെഷീൻസ് എക്സ്ട്രാക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ആവും. ദെൻ എഡിറ്റ് VM സെറ്റിങ്സ് നമ്മളെ മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇനീഷ്യലി നമ്മൾ റാമും പ്രൊസസ്സറൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞ് പിന്നെ നമുക്കൊരു മോഡിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ദെൻ സ്റ്റെപ്പ് 5 മീൻസ് സ്റ്റാർട്ട് ദ വെർച്വൽ മെഷീൻസ്. സോ കാലി ലിനക്സ് ലോഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിനകത്ത് കാലി വെർച്വൽ ബോക്സ് എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ അല്ലെങ്കിൽ പ്ലേ ബട്ടൺ നമ്മളൊക്കെ ഓട്ടോമാറ്റിക്കലി അത് ഇനീഷ്യേറ്റ് ചെയ്യും വെർച്വൽ മെഷീൻ. ആൻഡ് വെയിറ്റ് ഫോർ ദ സിസ്റ്റം ടു ലോഡ്. കാലി ലിനക്സ് വിൽ സ്റ്റാർട്ട്. ഓക്കെ, നമ്മളിവിടെ മെഷീൻ ഓൺ ആയി വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ആസ്കിംഗ് ഫോർ യൂസർ ഓതന്റിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന OS ബോക്സസ് നമ്മളുടെ ഇത്രയും ചെയ്ത് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കാലി ലിനക്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് യൂസർ നെയിം പാസ്വേഡ് നമുക്ക് ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ ഏതാണോ ഡൗൺലോഡിങ് ആ ടൈമിൽ നമ്മളിവിടെ ഇൻഫോർമേഷൻസിൽ പോയി കഴിഞ്ഞാൽ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. OS ബോക്സസ് ആൻഡ് osboxes.org. സോ നമ്മളത് ട്രൈ ചെയ്യണം. OS ബോക്സസ് ഓക്കെ, ലോഗിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ലോഗിൻ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ അല്ലെങ്കിൽ കാലി ലിനക്സ് എങ്ങനെയാണോ കാലി ലിനക്സ് നമുക്ക് കാണുന്നത് അതേപോലെയുള്ള വിൻഡോ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട്. ഇതിനകത്ത് ഫുൾ സ്ക്രീൻ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. ഫുൾ സ്ക്രീൻ മോഡിൽ നിങ്ങൾക്ക് ഇവിടെ കാലി ലിനക്സിന്റെ വിൻഡോ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമുക്കിവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ടെർമിനൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു സെറ്റപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കും. ഓക്കെ, ഇത് നമ്മളുടെ കാലി ലിനക്സ് മിനിമം ഇൻസ്റ്റാൾ. ഇതിന് ബേസിക്കലി നമ്മൾ കാലി ലിനക്സ് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാതെയും നമുക്ക് സൈബർ സെക്യൂരിറ്റി കോഴ്സൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. കാലി ലിനക്സ് വേണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. ബട്ട് അതിനകത്ത് യൂസ് ചെയ്യാൻ നമുക്ക് ഇനീഷ്യൽ സെറ്റപ്പിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടൂൾസ് ആൻഡ് യൂട്ടിലിറ്റീസും നമുക്ക് ഏതിലോട്ട് ഇൻബിൽട്ട് ചെയ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാലി ലിനക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ നോർമൽ ഡിബിയൻ ബേസ്ഡ് മെഷീനാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ എഡുബണ്ടു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾക്ക് അറിയാം. എഡ്യൂക്കേഷണൽ ഉബണ്ടു കളിയെല്ലാ കാര്യം കാണാഗ്രാം എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് സ്റ്റേറ്റ് സിലബസ് കേരള സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് അറിയാം. അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ആ ഒരു കാറ്റഗറിയിലുള്ള സോഫ്റ്റ്വെയർസ് ആൻഡ് ടൂൾസ് ആണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം ഡിബിയൻ ബേസ്ഡ് മെഷീൻ അല്ലെങ്കിൽ ഉബണ്ടു ബേസ്ഡ് മെഷീൻസിനെയാണ്. അപ്പോൾ ഇതേ മെഷീൻ ഡിബിയൻ ബേസ്ഡ് മെഷീൻസിനെ നമ്മൾ ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ആൻഡ് യൂട്ടിലിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് ആക്ച്വലി കാലി ലിനക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൈബർ സെക്യൂരിറ്റി കോഴ്സ് നമുക്ക് മുന്നോട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെയില്ല. ബട്ട് നമുക്ക് അതിനകത്ത് എല്ലാം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ടൂൾസ് ആൻഡ് യൂട്ടിലിറ്റീസ് നമുക്ക് ഒരുപാട് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട ടൂൾസ് എന്ന് പറയുന്നത്
ഈ കാണുന്ന ടെക്നിക്സ് ആൻഡ് ഗ്യാതറിംഗ് ഡൊമൈൻ ഇൻഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് വേണം. ഹൂയിസ് ലുക്കപ്പ്, അതുപോലെ DNS എന്യൂമറേഷൻ ടൂൾസ്, റിവേഴ്സ് IP ലുക്കപ്പ്, അതുപോലെ തന്നെ സബ് ഡൊമൈൻ എന്യൂമറേഷൻസ് ആൻഡ് സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള റെക്കഗ്നൈസൻസ് മീൻസ് സ്കാനിങ്, അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ നമുക്ക് വേണം. അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകളാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോന്ന് സിംഗിൾ ബൈറ്റ് നമ്മൾ ഓരോന്നും ഇൻസ്റ്റാളേഷൻ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ അതെല്ലാം പ്രീ ഇൻസ്റ്റാളേഷൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അത് കാരണം കൊണ്ടാണ്. ഓക്കെ, പിന്നെ വയർ ഷാർക്ക് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് പാക്കറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് TCP ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ പാക്കറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുറേ ടൂൾസുകൾ ഇതേപോലെ ചെറിയ ടൂൾസുകളുണ്ട്, വലിയ ടൂൾസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഏതായിരിക്കും, നമുക്കെല്ലാം കൂടിയിട്ട് ഒരു അണ്ടറിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളുടെ ലാബ് സെറ്റപ്പ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുക. ശേഷം നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ലോഗിൻ ആവും. ഓക്കെ, താങ്ക് യു.